മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാനായി VS വരുന്നു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തിയപ്പോൾ ഒരു മുദ്രാവാക്യമുയർന്നു. അന്ന് ബാലസംഘത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഒരാൾ വിളിച്ച മുദ്രാവാക്യം പിന്നീട് കേരളം ഏറ്റുവിളിച്ചു. മലയാളം ആകെ ഹൃദയത്തോട് ചേർത്ത് വച്ച് കണ്ണേ കരളെ VS എന്ന ആ മുദ്രാവാക്യം ഉറക്കെ ഉറക്കെ വിളിച്ചു. ജിജിൻ നമ്മളോടൊപ്പം ഉണ്ട്. അന്ന് ബാലസംഘത്തിലായിരുന്നു, ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്ന് കുറെ SFIക്കാർക്കൊപ്പമാണ് ആ മുദ്രാവാക്യം വിളിച്ചല്ലേ? തീർച്ചയായും അതെ, SFIക്കാരുടെ ഒപ്പമാണ് മുദ്രാവാക്യം വിളിച്ചത്. VS എന്ന് പറയുന്ന അത്രയും പ്രായം ചെന്ന ഒരു മുത്തശ്ശൻ, എൻ്റെ മുത്തശ്ശനൊക്കെ PM നാരായണൻ എന്ന് പറയുന്ന മുണ്ടൂരിലെ മുത്തശ്ശൻ പാർട്ടി ഉണ്ടാക്കിയ ഒരാളാണ്. ആ മുത്തശ്ശന്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ VS അവർ പറഞ്ഞ അറിവിൽ നിന്നാണ് VS എന്ന് പറയുന്ന മഹാമനുഷ്യനെ മനസ്സിലാക്കുന്നത്. എന്തിനും കർക്കശക്കാരനായ നിലപാടുകാരനും അനീതിക്കെതിരെ കൃത്യമായി പ്രതികരിക്കുന്ന വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ് കുട്ടിയിൽ മനസ്സിലുറപ്പിച്ചാണ് കണ്ണേ കരളെ VS പുന്നപ്പറയുടെ സമരസഖാവേ. പിന്നെ അതിനെ വളരെ മാറ്റി കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറയുന്ന മുദ്രാവാക്യമാക്കി മാറ്റി. ആദ്യം എങ്ങനെയായിരുന്നു വിളിച്ചത്? ആ ഫസ്റ്റ് കണ്ണേ കരളെ VS പുന്നപ്പറയുടെ സമരസഖാവേ എന്ന മുദ്രാവാക്യമായിരുന്നു അഭിവാദ്യം അർപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പിന്നീട് VS 3 തവണയും അവിടെ മത്സരിക്കുമ്പോഴും ഞാൻ അവിടെ SFI DYF വിക്ടോറിയ കോളേജിൽ SFI കഴിഞ്ഞ് വിക്ടോറിയ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്തും പലതവണയായിട്ട് VS പാലക്കാട് വരുമ്പോഴൊക്കെ ഞാൻ കണ്ണേ കരളെ VS എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിന്നത്. ഞങ്ങൾ മുണ്ടൂരിലെ കളേഴ്സ് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. മുണ്ടൂർ കളേഴ്സ് VSന്റെ എല്ലാ പിറന്നാളിനും ഞങ്ങൾ കൂട്ടുവാതിൽ കേക്ക് മുറിക്കുമ്പോൾ എൻ്റെ മുദ്രാവാക്യം കണ്ണേ കരളെ VS എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കുക. ഇപ്പം മുണ്ടൂരിൽ എല്ലാവരും അവിടെ ഞങ്ങളുടെ കൂട്ടുപാതയിലും മുണ്ടൂർ കമ്പിളിപ്പാറ എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് VSന്റെ റെഡ് സല്യൂട്ട് എന്ന് പറയുന്ന മഹാമനുഷ്യന് വിട എന്ന് പറയുമ്പോഴും കണ്ണേ കരളെ VS എന്ന് പറയുന്ന ആ വാക്കാണ് അവിടെയും ഉന്നയിച്ചിട്ടുള്ളത്. അന്ന് ഒരു വലിയ അനീതിക്കെതിരെ പോരാടുന്ന ഒരു നല്ല മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് മനസ്സിൽ ചേർത്ത് പിടിക്കാൻ പറ്റിയ മുത്തശ്ശൻ എന്ന ആ ഒരു ഓർമ്മയിൽ നിന്നും ബാലസംഘത്തിന്റെ ആ ലാളിത്യമുള്ള ആ ഇതൊന്നും കണ്ടിട്ടാണ് കണ്ണേ കരളെ VS എന്ന് വിളിക്കാൻ കാരണം ഇടയായത്. പിന്നീട് അത് കേരളം മുഴുവൻ ഏറ്റുവിളിച്ചു. VS ചെല്ലുന്നിടത്തൊക്കെ കണ്ണേ കരളെ VS എന്നുള്ള വാക്യങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ ചെവിയിൽ എപ്പോഴും ഒരുപക്ഷെ ആ വാക്യങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലെ? VS ജനകീയനായ ഒരു നേതാവാണ്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. എൻ്റെ വരികൾക്കപ്പുറം VS എന്ന് പറയുന്ന മഹാമനുഷ്യന് ലോകം നൽകിയ അംഗീകാരമാണ് കണ്ണേ കരളെ VS ഒരിക്കലും മരിക്കുന്നില്ല. VS ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. VS എന്ന് പറയുന്ന മഹാമനുഷ്യൻ എന്ന് മാതൃഭൂമി പേപ്പറിന്റെ ടൈറ്റിൽ പോലും കണ്ണേ കരളെ VS എന്ന് പറയുന്നതാണ്. അതുമാത്രം മാതൃഭൂമി പോലും അങ്ങനെ എഴുതുമ്പോൾ, മാതൃഭൂമി അറിയാം വളരെ പ്രശസ്തമായ ഒരു പത്രത്തിന്റെ ആ വരി പോലും കണ്ണേ കരളെ VS എന്ന് കൊടുക്കുമ്പോൾ അത് എൻ്റെ വരിയിൽ നിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ അതിൽ അതിയായ അഭിമാനമുണ്ട്. പക്ഷെ ആ വലിയ മഹാമനുഷ്യനോട് കാണിക്കുന്ന ഒരു എന്താ പറയാ ഒരു അർപ്പണ ബോധമാണ് എനിക്ക് അതിൽ നിന്ന് തോന്നുന്നത്. ഒരു വിഷമം ഈ മുദ്രാവാക്യങ്ങൾ ഇനി കേൾക്കാൻ VSന്റെ ചെവി കൊണ്ട് VS ഇനി ഇത് കേൾക്കാൻ കഴിയില്ല അല്ലെ? അത് നമുക്കറിയാലോ, ലോകത്തില് VS 102 വയസ്സോളം ജീവിച്ചു. മരണം എപ്പോഴും നമ്മളുണ്ട്. പക്ഷെ VS മരണത്തെ പോലും വെല്ലുവിളിച്ചു. നിങ്ങൾ അറിയാം, 20 ദിവസത്തോളം മറ്റുള്ളവരൊക്കെ നമ്മൾ MT വാസുദേവൻ അവരൊക്കെ മരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ആശുപത്രിയിൽ ഇരിക്കുന്നു കുറച്ചു. പക്ഷെ VS മരണത്തെ പോലും അതിജീവിച്ച വ്യക്തിയാണ്. കുറേ കാലം മരണത്തെ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും വാർത്തകൾ വരുന്നുണ്ട്, VS മരിക്കുന്നില്ല, VS അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത നമുക്ക് കിട്ടുന്നു. അപ്പോൾ VS ഒരിക്കലും മരിക്കുന്നില്ല. VSന്റെ ആദർശങ്ങൾ കേരളം ഉടനീളം ഉണ്ടാവും. ആ കണ്ണേ കരളെ VS എന്ന് പറയുന്ന വിളി ഏത് കാലത്തും VS മരിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ ആത്മാവിന് കൊടുക്കുന്ന ഒരു മനസ്സിന് കൊടുക്കുന്ന, ആത്മാവൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മലമ്പുഴ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം VS ഇനി ഇല്ല എന്നുള്ളതൊരു വലിയ ശൂന്യത കൂടിയാണ്. വലിയൊരു നഷ്ടമാണ്, തീരെ നഷ്ടമാണ് VS. അതുപോലെ തന്നെ പല പല ഇലക്ഷൻ പരിപാടികൾക്ക് ഇതുപോലെ ഇവിടെ വന്നിട്ട് PS ഈ ഇലക്ഷൻ പ്രചരണത്തിന് വന്ന് മണിക്കൂറുകളോളം അവിടെ നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സഖാവും കൂടിയാണ് VSന്റെ മരണത്തിൽ അതിയായ ദുഃഖം മലമ്പുഴയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ പുതുശ്ശേരി ഏരിയയിൽ ഒരുപാട് തീരെ നഷ്ടമാണ് VSന്റെ വിട. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബാലസംഘത്തിലെ ഒരു വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായ മുദ്രാവാക്യമാണ് അത് വളർന്ന് ഇപ്പോൾ എല്ലാവരുടെയും VS എത്തുന്ന ഏത് സ്ഥലത്തും കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം പടർന്ന് പന്തലിച്ചത്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.